മിനിസ്റ്ററെ എനിക്ക് അതേപോലെ തോന്നുന്നു തന്നെ മിനിസ്റ്ററുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ഇതിനെ കുറിച്ച് ഉറക്കം കുറഞ്ഞെന്ന് തോന്നുന്നു. ഈ ബിസിനസ് കോൺക്ലേവ് കഴിഞ്ഞപ്പോൾ ഉറക്കം വല്ലതും നഷ്ടപ്പെട്ടോ? സിനിമ കോൺക്ലേവ് കഴിഞ്ഞപ്പോഴേ ഞാനിന്നലെ അത് കഴിഞ്ഞ് രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്ന് കിടന്നത്. അതേ ഉള്ളല്ലേ. ഞാൻ വിചാരിച്ചു സിനിമ കോൺക്ലേവ് രാത്രി സിനിമാ late മന്ത്രിയുടെ ആയിട്ടാ ഉറക്കം കെടുത്തിയോ എന്ന് ഞാൻ സംശയിച്ചു പോയി. ഇല്ല അല്ലേ? എന്തായാലും നല്ല കാര്യം. അപ്പൊ അല്ല, ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ല കഠിനാധ്വാനമായിരുന്നു. കാരണം ആ ഇവരെ എല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുക എന്നത് അത്ര എളുപ്പമല്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു 98 വർഷത്തിനിടയിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവരെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുന്നത്. അതുകൊണ്ട് അതൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ നല്ല കഠിനാധ്വാന കാര്യം നടന്നിട്ടുണ്ട്. ആ കഠിനാധ്വാനത്തിന് നല്ല റിസൾട്ട് ഇന്നലെ 2 ദിവസമായി കിട്ടി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായത്. എന്തായാലും ഇത് ഗവൺമെന്റ് നീക്കം നന്നായി, നല്ല റിസൾട്ടാണ്. മാത്രമല്ല ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി എനിക്ക് വ്യക്തമായി. അങ്ങ് ഒരു 3-4 സിനിമ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഇതിനകത്ത് ഇറങ്ങത്തുമില്ലായിരുന്നു. കാരണം ഇവരെ എങ്ങനെയാണ് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ പാടായെന്ന്. അപ്പോൾ സിനിമ പിടിക്കാത്ത മന്ത്രി ആയതുകൊണ്ടാണ് അങ്ങേക്ക് ഇറങ്ങാൻ പറ്റിയത്. നന്നായി. അവരെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയ ചരിത്രത്തിൽ സ്ഥാനം നേടി നിങ്ങൾ. അത് വലിയ കാര്യം. ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ജസ്റ്റിസ് കേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ കോൺക്ലേവിന്റെ ലോകപ്രസിദ്ധരായ പറഞ്ഞോളൂ. ലോകത്തുള്ള പ്രധാനപ്പെട്ട സിനിമാക്കാരെ മൊത്തം നമ്മളിതിൽ അണിനിരത്തി എന്നുള്ളതാണ്. ലോകത്തുള്ള, ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സിനിമാ മേഖലയിലെ പ്രതിഭാധനന്മാരായ മിക്കവാറും എല്ലാവരെയും ഞങ്ങൾ ഇതിനകത്ത് എത്തിച്ചു എന്നുള്ളതാണ്. അവരെല്ലാം വന്നു സഹകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് വലിയ നേട്ടമായി. കാര്യം സിനിമ, എനിക്കൊന്ന് ഈ സാംസ്കാരിക വകുപ്പിന് അഭിമാനിക്കാൻ വകയുള്ള കാര്യമായി ഇത്രയധികം സിനിമാ പ്രവർത്തകരെ ഒന്നിച്ചൊരേ വേദിയിൽ, അതും ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാൻ പറ്റിയത്. ഞാൻ ചോദിക്കുന്നത്, ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ ഈ കോൺക്ലേവിലേക്ക് നയിച്ചതൊക്കെ തന്നെ. ഈ കോൺക്ലേവിൽ അങ്ങെടുത്ത ഒരു നിലപാട് എന്താണ്? ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെച്ചോ എന്നൊക്കെ ആരൊക്കെയോ ചോദിച്ചു എന്നൊക്കെ പുറത്ത് പത്രവാർത്തകൾ വന്നു, മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിഗമനങ്ങൾ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ ഗവൺമെൻറ്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത വിലയാണ്, അതിനുള്ള അംഗീകാരമാണ് ഈ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ആ നിഗമനങ്ങളെല്ലാം തന്നെ പലതരത്തിലായി ഞങ്ങളോട് അഡ്രസ്സ് ചെയ്തു. അതിലാണ് ഞാൻ പറഞ്ഞ സ്ത്രീ സുരക്ഷിതത്വം അടക്കമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ നിയമനിർമ്മാണം അടക്കമുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ തൊഴിൽ മേഖല വിഷയങ്ങളെല്ലാം ഒന്നൊന്നായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റിയെ വെറുതെ വെച്ചതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വെറുതെ വെച്ചൊരു കമ്മിറ്റിയല്ല. ആ കമ്മിറ്റി പറഞ്ഞ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്നതിനെ പറ്റി കൃത്യതയും വ്യക്തവുമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളത് അവതരിപ്പിച്ചു. എല്ലാവരും അത് നന്നായി സ്വീകരിച്ചു. അത് ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും അതിനകത്ത് നിഗമനങ്ങൾ നമുക്ക് നടപ്പാക്കാൻ ഭാവിയിൽ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചിലരൊക്കെ പ്രചരിപ്പിച്ചു, മാധ്യമങ്ങളും ചില വ്യക്തികളും ഒക്കെ പറഞ്ഞു അത് വെളിച്ചം കണ്ടില്ല, അത് എന്ത് ചെയ്തു, കളിപ്പിച്ചു. ഞങ്ങൾ ഉള്ളിലേക്കൊന്നും പോയില്ല. അവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ്, ഈ മേഖലയിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിലേക്ക് ഊന്നി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കണ്ടത്. അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഓരോന്നും ചെകഞ്ഞ് പരിശോധിച്ച് ഓരോരുത്തരെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വല്ലതും ഉണ്ടോ, കണ്ടെത്താൻ കഴിയുമോ, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായതല്ല. അത് നിയമത്തിൻ്റെ ഭാഗമായി നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് അത് കോടതിയുടെ മുമ്പാകെ പോയ കാര്യം, അത് കോടതി പരിശോധിക്കട്ടെ. ഞങ്ങളുടെ മുമ്പുള്ള പ്രശ്നം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും എങ്ങനെ നടപ്പാക്കാൻ പറ്റും, ആ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു സ്റ്റാൻഡ്, ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ആ നിലപാട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്മേൽ നല്ല സപ്പോർട്ട് അവിടെ പങ്കെടുത്ത ഡെലിഗേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷം.